പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 ഏപ്രിൽ മാസം മേടക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാവം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. മേടക്കൂറുകാരുടെ ഏപ്രിൽ മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് പൊതുവിലുള്ള അവരുടെ സമയപ്രകാരമാണെന്നും ഈ മാസത്തെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ നല്ലൊരു സമയത്തിലൂടെയായിരുന്നു അവർ സമീപകാലം വരെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ലാഭസ്ഥാനത്ത് 11-ാം ഭാവത്തിൽ ശനിയും അതുപോലെ തന്നെ 2-ാം ഭാവത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്ന കാലമായിരുന്നു. ജീവിതത്തിലെ ചിരകാല അഭിലാഷങ്ങൾ സാധിച്ചു കിട്ടുന്ന സമയം, അതുപോലെ തന്നെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു പുത്തൻ ഉണർവ്, ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, തൊഴിൽ മേഖലയിൽ ഉണർവ്, അപ്പോൾ അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷം, മംഗളകർമ്മങ്ങൾ നടക്കുക, അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങളിലൂടെ ഒരു പുരോഗതിയുടെ കാലത്തിലൂടെ കടന്നു പോകുന്ന രാശിക്കാരാണ് മേടം രാശിക്കാർ. എന്നാൽ കഴിഞ്ഞ മാസം 29-ാം തീയതി ശനിയുടെ ഇവരുടെ 12-ാം രാശിയിലേക്കുള്ള മാറ്റം ഇവർക്ക് 7.5 ശനിയുടെ ആരംഭകാലമാണ്. എന്നാൽ വ്യാഴം ഇപ്പോഴും 2-ാം ഭാവത്തിൽ തന്നെ തുടരുന്നു. 7 ശനിയുടെ ആരംഭകാലം അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട രാശി മാറ്റങ്ങളിലേക്ക് അടുത്ത മാസം പ്രധാനപ്പെട്ട മെയ് മാസത്തിൽ വ്യാഴത്തിൻ്റെയും രാഹുകേതുക്കളുടെ രാശിമാറ്റം വരുന്നു. അതുപോലെ തന്നെ ഇവരുടെ 12-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു, ഇങ്ങനെ 5 ഗ്രഹങ്ങൾ ഇവരുടെ 12-ാം ഭാവത്തിൽ ഈ മാസം ആരംഭിക്കുമ്പോഴുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഏപ്രിൽ മാസത്തെ ഫലങ്ങൾ മേടക്കൂറുകാർക്ക് എങ്ങനെ അനുഭവത്തിൽ വരുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഗ്രഹനില വരുന്നത് സൂര്യൻ ഏപ്രിൽ മാസം 14-ാം തീയതി ഉച്ചരാശിയായിട്ടുള്ള മേടം രാശിയിലേക്ക് പ്രവേശിക്കും. അതുവരെ മീനം രാശിയിൽ. 2-ാം ഭാവത്തിൽ വ്യാഴം, ഇടവത്തിൽ വ്യാഴം, മിഥുനത്തിൽ ചൊവ്വ മിഥുനത്തിൻ്റെ രാശിയിൽ നിന്ന് അടുത്ത രാശിയായ കർക്കിടകൻ രാശിയിലേക്ക് ഏപ്രിൽ മാസം 3-ാം തീയതി സംക്രമിക്കും. കർക്കിടകൻ രാശി ചൊവ്വയുടെ നീചരാശിയാണ്. അതുപോലെ തന്നെ കന്നിയിൽ കേതു, മീനം രാശിയിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു ഇവരൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശുക്രൻ മീനം രാശിയിൽ വക്രത്തിലാണ് മാസം ആരംഭിക്കുമ്പോൾ. എന്നാൽ ഏപ്രിൽ മാസം 12-ാം തീയതി ശുക്രൻ നേർഗതിയിൽ മീനൻ രാശിയിൽ. അതുപോലെ തന്നെ ആ രാശി ശുക്രൻ്റെ ഉച്ചരാശിയും കൂടിയാണ്. ബുധൻ ഏപ്രിൽ മാസം 7-ാം തീയതി വരെ വക്രഗതിയിലാണ് മീനൻ രാശിയിൽ. എന്നാൽ ഏപ്രിൽ മാസം 7-ാം തീയതിക്ക് ശേഷം നേർഗതിയിൽ. ഇതാണ് ഈ മാസത്തെ ഗ്രഹനില. ഇനി നമുക്ക് മേടക്കൂറുകാരുടെ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നോക്കാം. സൂര്യൻ്റെ 12-ലേക്കും 1-ലേക്കുമുള്ള മാറ്റം ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ശുഭകാര്യങ്ങൾ, പല ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന വഴി ധനച്ചിലവിന് പ്രതീക്ഷിക്കാതെ തന്നെ സാധ്യതയുണ്ട് ഈ മാസം. ഇവരുടെ 12-ാം ഭാവത്തിൽ ശയനസ്ഥാനമായിട്ടുള്ള ഉറക്കത്തെ സൂചിപ്പിക്കുന്ന ഭാവമായിട്ടുള്ള 12-ാം ഭാവത്തിൽ നിരവധി ഗ്രഹങ്ങൾ, 5 ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടിട്ട് ഇവർക്ക് പലതരത്തിലുള്ള ആകാംക്ഷകൾ, എന്തൊക്കെ തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റ്, ഒരു തരത്തിലുള്ളൊരു എന്താ പറയുക സന്തോഷം കൂടിപ്പോകുന്ന പോലത്തെ അവസ്ഥകൾ വരാം, അല്ലെങ്കിൽ ടെൻഷൻ വരാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിനെ ഒരു സാധാരണയിൽ നിന്ന് അല്പം എക്സൈറ്റ് ആക്കുന്നു, അല്പം ടെൻസ്ഡ് ആക്കുന്നു ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഇവർക്ക് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ മനസ്സിലാക്കിയിരിക്കുക അത് ആ ഗ്രഹങ്ങളുടെ സ്വാധീനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉറക്കം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഇവർക്ക്, ഈ രാശിക്കാർക്ക് ഈ മാസത്തിലുണ്ട്. അതിൻ്റെ കാരണം ഇവരുടെ 12 ശയനസ്ഥാനത്ത് ഈ 5 ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് രാഹുവിൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും യോഗം ആണ് ഇവരുടെ ഉറക്കത്തിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. ആ ഒരു അനുഭവത്തിന് അവർക്ക് ഈ മാസം സാധ്യതയുണ്ട്. എന്നാൽ സൂര്യൻ ആ രാശിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ, ഏപ്രിൽ മാസം 14-ാം തീയതി സൂര്യൻ ആ രാശിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഈ രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ സൂര്യൻ ഇവരുടെ ഈ രാശി, മേടൻ രാശി സൂര്യൻ്റെ ഉച്ചരാശി കൂടിയാണ്. അപ്പോൾ സൂര്യൻ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഇവർക്ക് നൽകും. ഒരു ഇമ്പ്രൂവ്മെൻ്റ് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും. സൂര്യൻ്റെ രാശി മാറ്റത്തിന് ശേഷം അവരുടെ സ്വന്തം രാശിയിലേക്ക് സൂര്യൻ്റെ ഉച്ചരാശിയായിട്ട് കടന്നു വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നു. ഇവരുടെ 4-ാം ഭാവത്തിലെ ചൊവ്വ നീചനായിട്ട് വരുന്നതുകൊണ്ടിട്ട് ഇവർക്ക് തൊഴിൽ മേഖലയിൽ അല്പം ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ടെൻഷനും പ്രഷറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്ര കൊണ്ട് കാര്യമാക്കി എടുക്കേണ്ടതില്ല. കാരണം വ്യാഴം ഇവരുടെ 2-ാം രാശിയിൽ അതിൻ്റെ പൂർണ്ണ ബലത്തോട് ഈ മാസം സഞ്ചരിക്കുകയാണ്. അതിൻ്റെ രാശിമാറ്റത്തോടെടുത്തിട്ട് പൂർണ്ണ ബലത്തിൽ ഈ മാസം ഈ വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിക്കും. അത് ഇവർക്ക് വലിയ ഭാഗ്യങ്ങളാണ് കൊണ്ടുകൊടുക്കുന്നത് ഈ മാസം. ഇവർ പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും ഈ മാസം. ഇവർ ഒത്തിരി കാലമായി ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായി സംഭവിച്ചു കിട്ടുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്.
വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ബലത്തോടുകൂടി വ്യാഴം കേതുവിനെ ആസ്പെക്റ്റ് ചെയ്യുമ്പോൾ കേലയോഗം എന്നൊരു പവർഫുൾ യോഗം രൂപപ്പെടുന്നു. ആ യോഗം ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലോട്ടറി യോഗമോ ധനയോഗ ജാതത്തിലുള്ള ആൾക്കാർ മേടക്കൂറുകാരുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകുന്ന മാസമായിരിക്കും ഏപ്രിൽ മാസം. അതിൻ്റെ കാരണം വ്യാഴം അതിൻ്റെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ആ രാശിയിൽ സഞ്ചരിക്കുകയും അതിൻ്റെ 5ാം വിശേഷാൽ വീക്ഷണം കേതുവിന് ലഭിച്ച അങ്ങനെ ഒരു കേലയോഗം എന്നൊരു യോഗം ആരംഭിക്കുന്നതുകൊണ്ടാണ് അങ്ങനൊരു ഭാഗ്യം സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യപരീക്ഷണം നടത്തേണ്ടവർ ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ്. ഞാൻ നമ്പറുകളൊന്ന് പറയാം അവർക്കായിട്ട്. ഭരണി അശ്വതി 7 ഭാഗ്യസംഖ്യ, ഭരണിക്ക് 6, 9 അതുപോലെ തന്നെ കാർത്തികയ്ക്ക് 1 ഭാഗ്യസംഖ്യ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ മാസം ശ്രമിച്ച് നോക്കാവുന്നതാണ്. ഇവരുടെ 12ാം ഭാവത്തിലേക്ക് ശനി ലാഭസ്ഥാനത്ത് നിന്ന് വന്നു എന്നുള്ളതാണ് ഒരു ചെറിയൊരു പോരായ്മ ഇവർക്ക് ഈ മാസം കാണാൻ കഴിയുന്നത്. എങ്കിൽ പോലും ശനിയുടെ ഫലങ്ങൾ അത്ര പെട്ടെന്ന് ലഭിക്കാത്തത് കൊണ്ടിട്ട് ഇവർക്ക് ആ ദോഷം കാര്യമായിട്ട് ഈ മാസം ബാധിക്കില്ല. പൊതുവിൽ നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ തന്നെ ഉള്ള ഏറ്റവും നല്ലൊരു മാസങ്ങളിലൊന്നായിട്ട് ഈ മാസം മാറും. അതിൽ വ്യാഴത്തിൻ്റെ പൂർവാധികം ശക്തി പ്രാപിക്കുന്നു, അതുപോലെ തന്നെ കേതുവിന് ആ വീക്ഷണം വരുന്നതാണ് അതിൻ്റെ കാരണം. ഇവരുടെ ആ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അല്പം ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഉറക്കക്കുറവുണ്ടാകാനുള്ള സാധ്യത, തൊഴിൽ മേഖലയിൽ അല്പം ടെൻഷനുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും പൊതുവിൽ ഈ മാസം ഇവർക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ചെറിയ ഗ്രഹങ്ങൾ പെട്ടെന്ന് രാശി മാറുന്ന ശുക്രൻ, അതുപോലെ തന്നെ ബുധൻ, ചൊവ്വ, ഈ ഗ്രഹങ്ങളുടെ ഒന്നും മാറ്റം നമ്മൾ കാര്യമായിട്ടൊരു നമ്മുടെ മൊത്ത ഫലങ്ങൾ പറയുമ്പോൾ അത്ര ബാധിക്കില്ല. ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വരാം, അതുപോലെ തന്നെ ടെൻഷൻ തോന്നാം. എങ്കിൽ പോലും ഇവർ വിചാരിച്ചിരിക്കാത്ത പല കാര്യങ്ങൾ സംഭവിക്കും. ഇവരാകപ്പാടെ എക്സൈറ്റഡ് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് ഏപ്രിൽ മാസം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. മേടക്കൂറുകാർക്ക് ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു മാസങ്ങളിലൊന്നായിട്ടായിരിക്കും ഏപ്രിൽ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടുക. അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെയും കേതുവിൻ്റെയും ഒരു പരസ്പര വീക്ഷണം, വ്യാഴത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശക്തി അനുഭവപ്പെടുന്ന മാസമാണിതെന്നുള്ളതാണ്. ഈ രാശിക്കാർക്ക് ആദ്യ പകുതിയിൽ സൂര്യൻ രാശി മാറുന്നവരെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ അല്പം ടെൻഷനൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നതൊഴിച്ചാൽ ഇവർക്ക് വളരെ നല്ലൊരു മാസമായിട്ടാണ് ഏപ്രിൽ മാസം കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും. നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇനിയും പങ്കുവയ്ക്കുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും. നന്ദി, നമസ്കാരം.